സോഫ്റ്റ്വെയറിൽ കമ്പനിയുടെ അഡ്രസ്, പ്ലേസ് എന്നിവ ചേഞ്ച് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം. ടൂൾസ്, കമ്പനി ഇൻഫർമേഷൻ. ഇതിൽ സോഫ്റ്റ്വെയർ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഷോപ്പിൻ്റെ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിരിക്കും. അഡ്രസ് കൊടുക്കുക, പ്ലേസ് കൊടുക്കുക, പോസ്റ്റ് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. ഇവേ ഇൻവോയ്സ് ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ മാൻഡേറ്ററി ആയി ഒരു ഫോൺ നമ്പർ മാത്രമേ കൊടുക്കാവൂ. ഇട്ട് ഫോൺ നമ്പർ കൊടുക്കാതിരിക്കുക. നമ്മുടെ ഫേം നിൽക്കുന്ന ലൊക്കേഷൻ്റെ പിൻകോഡ് കൊടുക്കുക. ഫേമിൻ്റെ മെയിൽ ID കൊടുക്കുക. വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഡീറ്റെയിൽ ടാബിലേക്ക് വന്ന് ഫേമിന് എന്തെങ്കിലും തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. ഏത് സ്റ്റേറ്റിലാണ് നമ്മളുടെ ഫേം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. GST നമ്പർ കൊടുക്കുക. ഫേമുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. ബാങ്കിൻ്റെ പേര്, ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ പേര്, അക്കൗണ്ട് നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ചിൻ്റെ IFSC കോഡ് എന്നിവ ഇവിടെ കൊടുക്കുക. അതർ എന്നുള്ള ടാബിൽ വരിക. FSSI പോലുള്ള ലൈസൻസ് നമ്പറുകൾ ഉണ്ടെങ്കിൽ, ഫാർമസി പോലുള്ള ഡ്രഗ് ലൈസൻസ് നമ്പറുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഫേമിൻ്റെ ലോഗോ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഫേമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സോഫ്റ്റ്വെയറിൽ കൊടുക്കാൻ പറ്റുന്നത്. കൊടുത്തതിന് ശേഷം സേവ് കീ പ്രസ് ചെയ്യുക. കമ്പനി ഇൻഫർമേഷൻ സേവ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് കാണിക്കും. ഓക്കെ പ്രസ് ചെയ്ത് വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്.